4444 അങ്ങനെ 2024 നമ്പറുകൾ സീറോ ആയി പോകും. ബാക്കി ലാസ്റ്റ് ഒരു നമ്പർ അല്ലെങ്കിൽ നമുക്ക് ആദ്യം എടുക്കാം, അതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. നോക്കൂ, 2² എടുക്കുമ്പോൾ ഐ കൂടെ എടുക്കരുത് കേട്ടോ. എക്സ് പ്ലസ് ഐ വൈയുടെ മോഡലസ് എന്തായിരുന്നു? x² + y² മതി കേട്ടോ, ഐ കൂടെ എടുക്കരുത്. കോംപ്ലക്സ് നമ്പർ പഠിക്കുമ്പോൾ NCERT മാത്രം പോരാ, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റോടെ അറിഞ്ഞിരിക്കണം. കോംപ്ലക്സ് നമ്പർ അല്ലേ, കോംപ്ലക്സ് നമ്പർ എപ്പോഴും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം A+IB ഫോമാണ്. A+IB. 0 എന്ന് പറയുന്നത് 0+0 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രൊഫസർ PC തോമസ് ക്ലാസ്സസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. കീം 2025 PYQ ഡിസ്കഷനിൽ മാത്തമാറ്റിക്സിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന്, ഏപ്രിൽ നടക്കുന്ന കേരള എൻട്രൻസിന് വേണ്ടിയിട്ട് 2026 കേരള എൻട്രൻസിന് വേണ്ടിയിട്ട് ക്രാഷ് ബാച്ചുകൾ മാർച്ച് 13 ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ബാച്ച് മാർച്ച് 18 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ദിവസവും കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ, നടക്കുന്ന എക്സാമുകൾ, ഡീറ്റെയിൽഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് എക്സാം അഡ്മിഷൻ്റെ സമയത്ത് തന്നെ കിട്ടും. ഓരോ ദിവസവും ചാപ്റ്റർ വൈസ് തിയറി ബ്രീഫ് ചെയ്യുകയും അതിനാവശ്യമുള്ള ഫോർമുലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതോടൊപ്പം ഡെയിലി എക്സാമുകൾ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഒന്നുകിൽ QR കോഡ് സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ 11ലെയും 12ലെയും സ്കൂളിലെ എക്സാമിന് വേണ്ടിയിട്ട്, ബോർഡ് എക്സാമിനോ അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി വിത്ത് സൊല്യൂഷൻസ് ഇതിനകത്തുണ്ടാവും. സ്കൂളിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊക്കെ നോക്കാം. എൻട്രൻസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. മാത്തമാറ്റിക്സിൽ ഞാൻ പറഞ്ഞു കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ 2025 കഴിഞ്ഞ വർഷം കേരള എൻട്രൻസിന് 24 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, 6 എക്സാം. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു എക്സാമിൽ 4 ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ടാവാം. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. കോംപ്ലക്സ് നമ്പർ പഠിക്കുമ്പോൾ NCERT മാത്രം പോരാ, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റോടെ അറിഞ്ഞിരിക്കണം. JEE ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. അല്ലാതെ എൻട്രൻസ് ഒന്നും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാത്ത ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം NCERT പോരാ. NCERTക്ക് അപ്പുറത്തേക്ക് കുറച്ച് കൺസെപ്റ്റോടെ പഠിച്ചാലാണ് കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചാൽ മതി, ഒത്തിരി ടഫ് കൺസെപ്റ്റിലേക്ക് പോകണ്ട. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ Z = 1 + 1/i then Z⁴. Z⁴ കണ്ടുപിടിക്കാനാണ്. നോക്കൂ, Z = ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് LCM കണ്ടാൽ i + 1/i എന്ന് കിട്ടും. Z⁴ ആണ് കണ്ടുപിടിക്കേണ്ടത്. the⁴ എടുക്കുന്നു. നിങ്ങൾക്കറിയാം i⁴ മൾട്ടിപ്പിൾസ് ഓഫ് 4 1 എന്ന് പഠിച്ചിട്ടുണ്ട്. i⁴n 1 ആണെന്ന് നിങ്ങൾ NCERT പഠിക്കുന്നുണ്ട്. സോ ഡിനോമിനേറ്റർ 1 ആയി പോകും. i⁻ മൾട്ടിപ്പിൾസ് ഓഫ് 4 12 16 എല്ലാം 400 എല്ലാം 1 ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആയി പോകും. ശരിക്കും 1 + i the⁴ എന്നാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ നന്നായിരിക്കും, മറ്റൊന്നുമല്ല 1 + i the⁴ എന്ന് പറയുന്നത് 2i ആയിരിക്കും. 1 - i the⁴ എന്ന് പറയുന്നത് -2i ആയിരിക്കും. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്താൽ a+b² വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 1 + 2i + i² എന്ന് വരും. a+b². 1 i² - 1 ക്യാൻസലായി പോകുന്നു, നിങ്ങൾക്ക് 2i കിട്ടും. അതുപോലെ ഇതിൻ്റെ ആൻസർ -2i എന്ന് കിട്ടും. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ പല ക്വസ്റ്റ്യനിലും സ്റ്റെപ്പ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഏത് 1 + i² 2i, 1 - i² -2i. ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ്പാൻഡ് ചെയ്താൽ മതി.
അപ്പോൾ ഈ ക്വസ്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യും, 1+i ഹോൾ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നിടും 4ന് പകരം. എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ. 1+i ഹോൾ സ്ക്വയർ 2i ആണ്. സോ ആൻസർ 2i സ്ക്വയർ എന്ന് വരും. 2 സ്ക്വയർ 4i സ്ക്വയർ -1. സോ ആൻസർ -4 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ കംപ്ലീറ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2√2 + i × 2√2 ഹോൾ സ്ക്വയർ. നിങ്ങൾക്കറിയാം 2√2 എന്ന് പറഞ്ഞാൽ √8 ആണ്. √8നെ √4 × 2 എന്ന് എഴുതും. ദാറ്റ് ഈസ് √4 × 2 ദാറ്റ് ഈസ് 2√2. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും √8 + i √8 ഹോൾ സ്ക്വയർ എന്നാണ്. ദ ഹോൾ സ്ക്വയറിന് കോമൺ ആയിട്ട് ഇടാം. മോഡ് ഓഫ് z റൈസ് ടു n = മോഡ് z റൈസ് ടു n എന്ന കോംപ്ലക്സ് നമ്പറിലെ പ്രോപ്പർട്ടി ഉണ്ട്. √8 എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇതുപോലെ തന്നെ വാല്യൂ എടുത്താൽ മതി. അതുപോലെ തന്നെ അടുത്ത റിസൾട്ട് അറിയേണ്ടത് മോഡ് ഓഫ് x + iy. NCERT പഠിക്കുന്നതാണ്. √(x² + y². റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെന്ത് കിട്ടും, റിയൽ പാർട്ട് √8 അതിൻ്റെ സ്ക്വയർ 8 വരും. ഇമാജിനറി പാർട്ട് √8 അതിൻ്റെ സ്ക്വയറും 8 വരും. ദ ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ടം ക്യാൻസൽ ആയി പോകുന്നു. ആൻസർ ഈസ് 16, ഫിഫ്ത്ത് ഓപ്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ പ്രോപ്പർട്ടീസ് ഒന്ന് നോട്ട് ചെയ്തോളൂ അറിയില്ലാത്തവർ. ഓക്കെ, ഈ കൺവേർഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് ചെയ്താലും മതി. വീണ്ടും മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ. z + z തന്നിട്ടുണ്ട്, z - z തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനോട് ആഡ് ചെയ്യുക. z + z എന്ന് പറയുന്നത് 6, z - z എന്ന് പറയുന്നത് 4i. ആഡിങ് ദീസ് ടു ഇക്വേഷൻ. അപ്പോൾ z കട്ടായി പോകുന്നു. 2z = 6 + 4i. z = what? 3 + 2i. ടേക്ക് ഇറ്റ്സ് മോഡുലസ്. z = എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ടേക്ക് ഇറ്റ്സ് മോഡുലസ്. √3² 9 + 2² 4. നോക്കൂ, 2² എടുക്കുമ്പോൾ i കൂടെ എടുക്കരുത് കേട്ടോ. x + iy മോഡുലസ് എന്തായിരുന്നു? x² + y² മതി കേട്ടോ, i കൂടെ എടുക്കരുതേ. അപ്പോൾ √13 അതിൻ്റെ സ്ക്വയറിൻ്റെ √13 അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ ആൻസർ 13 കിട്ടും. ഫോർത്ത് ഓപ്ഷൻ. വീണ്ടും മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ. മോഡുലസ് ഒക്കെ ശരിക്കും ഓർത്തിരുന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. z = 2 - i/α + i where alpha is a real number. 4 × real part of z = 3 × imaginary part of z bar then the value of alpha. ഏതൊരു കോംപ്ലക്സ് നമ്പർ കിട്ടിയാലും സാധാരണ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ i വരരുത്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ 2 - i α + i. ഏത് കോംപ്ലക്സ് നമ്പർ വരുമ്പോഴും ഇപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് α - i. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാറ്റിയാൽ മതി കേട്ടോ, റിയൽ പാർട്ട് മാറ്റണ്ട, ഇമാജിനറിയുടെ മാത്രം. ഇത് പ്ലസ് ആയതുകൊണ്ട് അത് മൈനസ് ആക്കി ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എല്ലാ ക്വസ്റ്റ്യനിലും വരുന്നത് a + ib × a - ib എന്നായിരിക്കും. നിങ്ങൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കിട്ടുന്നത് a + ib × a - ib. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് a² + b² എന്നായിരിക്കും. നിങ്ങളൊരു ഐഡൻറ്റിറ്റി നേരത്തെ മുതൽ സ്കൂളിൽ പഠിക്കുന്നതാണ്. അത് a² - b² ആയിരുന്നു. ഇവിടെ i വരുന്നുണ്ടല്ലോ, iയുടെ സ്ക്വയർ എടുക്കുമ്പോൾ -1 വരും. അങ്ങനെയാണ് a² + b² എന്നതിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഇതിൻ്റെ ഡിനോമിനേറ്റർ വരിക α² + 1 എന്നായിരിക്കും കേട്ടോ. a എന്ന് പറയുന്നത് ആൽഫ, b എന്ന് പറയുന്നത് 1, α² + 1. ന്യൂമറേറ്റർ നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് അടുത്ത് എഴുതും. എങ്ങനെ റിയൽ പാർട്ട് കിട്ടുക? 2 × α ചെയ്യുമ്പോൾ റിയൽ പാർട്ട് കിട്ടും. പിന്നെ -i × -i ചെയ്യുമ്പോൾ -1 കിട്ടും.
ആണോ? ഐ ഇൻറ്റു ഐ സ്ക്വയർ വരും, അത് -1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, അപ്പോൾ അത് -1 കിട്ടും. നിങ്ങളതിൽ ബ്രാക്കറ്റ് ടൈം ബൈ ടൈം ആയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ എൻട്രൻസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോകുന്നുള്ളൂ. അത് റിയൽ പാർട്ട് എഴുതുന്നു, പിന്നെ ഇമാജിനറി പാർട്ട് എഴുതും. ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ ഈ 2 ഇൻറ്റു ഐ ചെയ്യുമ്പോൾ ഇമാജിനറി പാർട്ട് വരും. ഞാൻ -i പുറത്തിട്ടിട്ട് നോക്കൂ, 2 ഇൻറ്റു ഐ, അപ്പോൾ അത് 2 വരും. ആൽഫ ഇൻറ്റു ഐ, അപ്പോൾ അത് ആൽഫയും കിട്ടും. ഓക്കെ, ഐ ഉള്ളട്ടെ. എപ്പോഴും കോംപ്ലക്സ് നമ്പർ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിക്കണം. ഇനി അവർ പറഞ്ഞിരിക്കുന്നത്, അവർ ക്വസ്റ്റനിൽ പറയുന്നു 4 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇസെഡ്. റിയൽ പാർട്ട് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോംപ്ലക്സ് നമ്പർ. റിയൽ പാർട്ട് എന്താണ്? ഐ ഇല്ലാത്ത ടൈം, ഇതാണ് റിയൽ പാർട്ട്. 4 ഇൻറ്റു റിയൽ പാർട്ട് എന്ന് പറയുന്നത് 2 ആൽഫ മൈനസ് 1 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 സീക്കൽ ടു 3 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ബാർ. ഞാൻ പറഞ്ഞു ഇസഡ് ബാർ എന്ന് പറയുമ്പോൾ കോഞ്ചുഗേറ്റ്, ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ കോഞ്ചുഗേറ്റ്. ചേഞ്ച് ദ സൈൻ ഓഫ് ഇമാജിനറി പാർട്ട് ഒള്ളി. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റിയാൽ മതി കേട്ടോ. ഇത് ഇവിടെയൊക്കെ മൈനസും പ്ലസ് ഉണ്ട്, അതൊന്നും മാറ്റണ്ട. ഇതിൻ്റെ മാത്രം സൈൻ മാറ്റുക, അപ്പോൾ ഇത് പ്ലസ് ആവും. ഇസഡ് ബാർ എന്ന് പറയുമ്പോൾ 2 ആൽഫ മൈനസ് 1 പ്ലസ് ഐ ഇൻറ്റു ആൽഫ പ്ലസ് 2 ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇമാജിനറി പാർട്ടിൻ്റെ ഇസഡ് ബാർ വരുന്നത് കൊണ്ട് 2 പ്ലസ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടുന്നു. സിംപ്ലിഫൈ ചെയ്താൽ മതി. ആൽഫ സ്ക്വയർ പ്ലസ് 1, ആൽഫ സ്ക്വയർ പ്ലസ് 1 ക്യാൻസൽ. ഓപ്പൺ ദ ബ്രാക്കറ്റ്. 8 ആൽഫ മൈനസ് 4 ഈക്വൽ ടു 6 പ്ലസ് 3 ആൽഫ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇത് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ആൽഫ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 8 മൈനസ് 3 ഇറ്റ് ബിക്കം 5 ആൽഫ. 4 റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ 10 വരുന്നു. സോ ആൽഫ ഇസ് ഈക്വൽ ടു 2. ഫോർത്ത് ഓപ്ഷൻ കിട്ടുന്നു. 2-3 സ്റ്റെപ്പ് ചെയ്യാനുണ്ട്, കുറച്ച് സമയം എടുക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 1 പ്ലസ് ഐ ഹോൾ റൈസ് ടു 10. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഐഡിയ അപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്യും? 1 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5 എന്ന് എഴുതാം. റിസൾട്ട് ഓർക്കുന്നില്ലേ? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ നേരത്തെ പറഞ്ഞതാ. 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ 2i വരും. ഒന്നുകൂടെ ചെയ്യുന്നില്ല, റൈസ് ടു 5. ഇനി 2 റൈസ് ടു 5 32 ആണ്, ഇൻറ്റു ഐ റൈസ് ടു 5. ഞാൻ നേരത്തെ പറഞ്ഞു ഐ റൈസ് ടു മൾട്ടിപ്പിൾസ് ഓഫ് 4 1 ആയി മാറും. അപ്പോൾ ഐ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ ഐ റൈസ് ടു 4 ഇൻറ്റു ഐ എന്ന് എഴുതാലോ, അല്ലേ? അപ്പോൾ ഐ റൈസ് ടു 4 1 ആയി. ബാക്കി ആൻസർ 32i. അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി ഐ ക്യൂബ് പ്ലസ് ഐ റൈസ് ടു 4 പ്ലസ് എക്സെട്ര സം ഓഫ് ഐ റൈസ് ടു 93. നിങ്ങളത് പല വിധത്തിൽ ചെയ്യും. ഒന്ന്, ചിലരിതൊരു ജി പി ആണ്, അല്ലേ? ഐ ക്യൂബ് പ്ലസ് ഐ റൈസ് ടു 4 കോമൺ റേഷ്യോ ഐ ആണ്. നമ്പർ ഓഫ് ടൈം 91 ആയിരിക്കും. കാരണം ലാസ്റ്റ് ടൈം 93 ആണെങ്കിലും ഐ ക്യൂബിലാണ് തുടങ്ങുന്നത്, ഐ റൈസ് ടു 1 തുടങ്ങുന്നത്. അപ്പോൾ 91 ടൈംസ് ഉണ്ടാവും. ജി പിയുടെ സം വെച്ച് ചെയ്യും. ചിലർ ഇത് ഓരോന്നും കൺവേർട്ട് ചെയ്യും. ഐ ക്യൂബ് ഐ റൈസ് ടു 4 അതിനെ മാറ്റാൻ അറിയാം. അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്യാം. അതിൽ എളുപ്പം ഒരു ചെറിയ റിസൾട്ട് ഉണ്ട്, വെരി സിമ്പിൾ റിസൾട്ട്. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഐ റൈസ് ടു സം ഓഫ് 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ്. ആൻസർ 0 ആയിരിക്കും. തുടർച്ചയായ 4 ടേമുകൾ ഐ റൈസ് ടു എൻ പ്ലസ് ഐ റൈസ് ടു എൻ പ്ലസ് 1 പ്ലസ് ഐ റൈസ് ടു എൻ പ്ലസ് 2 പ്ലസ് ഐ റൈസ് ടു എൻ പ്ലസ് 3 സം ബിക്കം 0. എവിടെ വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. ഐ റൈസ് ടു 100 തുടങ്ങിക്കോ. ഐ റൈസ് ടു 100 പ്ലസ് ഐ റൈസ് ടു 101 തുടർച്ചയായ 4 വരണം. എവിടെ തുടങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല, അത് 0 ആയി പോകും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4 ടേമുകളൊക്കെ 0 ആയിക്കൊണ്ടിരിക്കും. ഏത്? 3 4 5 6 0 ആയി, 7 8 9 10 0 ആയി. ഇങ്ങനെ 0 ആയിക്കൊണ്ടിരിക്കും. ഇതപ്പോൾ ഇതിനകത്ത് എത്ര ടൈം ബാക്കി വരും എന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു ഇതിനകത്ത് 3 4 5 93 ടോട്ടൽ 91 ടേംസ് ഉണ്ടാവും, അല്ലേ? 91 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല.
8 ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നത് 88. 88 4ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് ഈ 91 ടേംസിൽ 88 ടേമുകളുടെ സം എന്തായിപ്പോയി? 0 ആയിപ്പോയി. 88 4 4 4 വീതം തിരിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ബാക്കി അപ്പോൾ എത്ര ടേം ഉണ്ട്? ബാക്കി 3 ടേം ഉണ്ടായിരിക്കും. 91 മൈനസ് 88 3 ടേം ഉണ്ടാവും. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലാവുണ്ടോ? ഇത് 92 ടേംസ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല 4 വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് 0 ആയി പോയേനെ. ഞാൻ പറയുന്നത് ഇവിടെ 3യിൽ തുടങ്ങുന്നു, 93 വരെയാണ്, മൊത്തം 91 ടേംസ് ആണ്. അപ്പോൾ അതിനകത്ത് 88 ടൈംസ് വരെ 4 അങ്ങനെ തിരിച്ചു പോകാൻ പറ്റും. അത് 0 ആയി പോകുന്നു. ബാക്കി 3 ടൈം ഉണ്ട്. ഈ ബാക്കി 3 ടൈം ആദ്യത്തെ 3 ടൈം എടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ആദ്യത്തെ 3 ടൈം അത് ആദ്യം എടുത്താലും അവസാനം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ 3 ടൈം എടുത്താൽ i³ എന്ന് പറഞ്ഞാൽ -i ആണ്, പഠിച്ചിട്ടുണ്ട്. i⁴ എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 1 ആണ്. i⁵ എന്ന് പറഞ്ഞാൽ i വരും, കാരണം i⁴ 1 വരും. നേരത്തെ ചെയ്തതാ. ഐയും -iയും കട്ട് ചെയ്ത് പോയിട്ട് ആൻസർ 1 കിട്ടും. ഈ റിസൾട്ട് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾ NCERT പഠിക്കുന്നുണ്ടാവില്ല. അഡീഷണൽ ആയിട്ടൊക്കെ പോയിന്റ്സ് പഠിക്കുന്നവർ പഠിക്കും. പക്ഷേ ഈസി ആയിട്ടുള്ള പോയിന്റ്സാണ് പലപ്പോഴും പല ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്. വീണ്ടും ഇമാജിനറി പാർട്ട് ഓഫ്, ഇത് സാധാരണ രീതിയിൽ ഒന്നും എക്സ്പാൻഡ് ചെയ്താൽ മതി. ന്യൂമറേറ്റർ a-b² വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പം പറയൂ 9 മൈനസ് 2ab, അപ്പോൾ 12i പ്ലസ് b² ദാറ്റ് ഈസ് -4. a² മൈനസ് 2ab പ്ലസ് b² ബൈ -4 വരും. ശരിയല്ലേ? ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ 2ൻ്റെ 4 വരും, i² -1 വരും. സി വിച്ച് ഈസ് ഈക്വൽ ടു 5 മൈനസ് 12i ബൈ -4 വരും. നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇമാജിനറി പാർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞത് ഇത്രയും പോർഷൻ എടുത്താൽ മതി. അതല്ല ഇമാജിനറി പാർട്ട്. -12 ബൈ -4 ആൻസർ ബിക്കം 3, തേർഡ് ഓപ്ഷൻ. ഓക്കെ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്, W കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് W ഇവാലുവേറ്റ് ചെയ്യാം. വാട്ട് ഈസ് W? W എന്ന് പറഞ്ഞാൽ Z1 പ്ലസ് Z2 ബാർ ആട്ടോ. ഈ ബാർ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഹാഫ് പ്ലസ് i√3/2 ആണ് Z1 പ്ലസ് Z2ൻ്റെ ബാർ എടുക്കണേ. അപ്പോൾ -12ന് മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇമാജിനറിയുടെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് പ്ലസ് i√3/2 എന്ന് എടുക്കണം. ഓക്കെ, ഇമാജിനറിയുടെ സൈൻ ചേഞ്ച് ചെയ്യണം. റിയൽ പാർട്ട് മാറ്റരുതേ. ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഇത് കട്ടായി പോയി. അപ്പോൾ ആൻസർ കിട്ടുക 2i√3/2. 2 കട്ടായി പോയിട്ട് i√3 എന്ന ആൻസർ കിട്ടും. ഇതാണ് ആര്? ഇതാണ് W. അപ്പോൾ ഇതിൻ്റെ ബാറാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം. ഇമാജിനറിയുടെ സൈൻ മാറ്റണം. ഇവിടെ ഇമാജിനറി പ്ലസ്സാ, ഇവിടെ റിയൽ പാർട്ട് ഇല്ല. ദിസ് കോംപ്ലക്സ് നമ്പർ ഈസ് കോൾഡ് പ്യുവർലി ഇമാജിനറി. റിയൽ പാർട്ട് ഇല്ലാത്തതിന് പ്യുവർലി ഇമാജിനറി എന്ന് വിളിക്കും. പ്യുവർലി ഇമാജിനറി ആണെങ്കിൽ ആര് 0 ആയിരിക്കും? റിയൽ പാർട്ട് 0 ആയിരിക്കും. പ്യുവർലി റിയൽ ആണെങ്കിൽ ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ മതി. -i√3 ഫോർത്ത് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെയല്ല. S-T-R ഇതെല്ലാം പോസിറ്റീവ് റിയൽ നമ്പറാണ്. Z കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. നോക്കിക്കോളൂ. S ഇൻറ്റു x പ്ലസ് iy, ഇസഡിൻ്റെ പ്ലേസിൽ x പ്ലസ് iy കൊടുത്തു, പ്ലസ് t ഇൻറ്റു x മൈനസ് iy. കാരണം ഇവിടെ z ബാർ ആട്ടോ, അതുകൊണ്ടാണ് x മൈനസ് iy കൊടുത്തത്. പ്ലസ് r ഈക്വൽ ടു 0. പ്ലസ് r ഈക്വൽ ടു 0. ഇനി കോംപ്ലക്സ് നമ്പർ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, സ്റ്റാൻഡേർഡ് ഫോമിലാകും. റിയൽ പാർട്ട് എല്ലാം അടുത്തെഴുതും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ Sx ഇത് റിയൽ പാർട്ടാണ്, Tx ഇത് റിയൽ പാർട്ടാണ്, പ്ലസ് r ഇത്ര റിയൽ പാർട്ടാണ്. ഇതെല്ലാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അടുത്തെഴുതും. ഐ ഇല്ലാത്ത ടൈമുകളല്ല. ഇനി ഐ ഉള്ള ടൈമുകൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് i ഇൻറ്റു Sy
ടി വൈ മൈനസ് ഉണ്ട് കേട്ടോ, സീക്വൽ ടു 0 എന്ന് പറയുന്നാൽ 0 + 0i എന്ന് എഴുതാം. കാരണം കോംപ്ലക്സ് നമ്പർ അല്ലേ, കോംപ്ലക്സ് നമ്പർ എപ്പോഴും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം a+ib ഫോമാണ്. a+ib 0 എന്ന് പറയുന്നത് 0 + 0i എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ, NCERT പഠിക്കുന്നതാണ്. കറസ്പോണ്ടിങ് റിയൽ പാർട്ട് ഈക്വൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഈക്വൽ. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇതിനകത്തുനിന്ന് sx + tx + r = 0 ആൻഡ് ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കും. ഐ ഉള്ള ടൈമുകൾ dy = 0. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ ഐ ഉള്ള ടൈം, റൈറ്റ് സൈഡിൽ 0. ഇതിനകത്തുനിന്ന് y പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? y × s - t = 0 കിട്ടും. ഇതിനകത്തുനിന്ന് y = 0 എന്ന് കിട്ടും. y = 0. ചിലരിവിടെ y ഒക്കെ കട്ട് ചെയ്ത് കളയൂട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുതേ, വേരിയബിളാണ്. അതായത് രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഐദർ ദിസ് 0 ഓർ ദിസ് 0 എന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ s - t 0 വന്നാൽ, അത് വരില്ല. കാരണം s - t 0 വന്നു കഴിഞ്ഞാൽ ഓർ s - t 0 വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? s = t വരും. ഇത് ഇവിടെ നോക്കിയേ, s t ആർ നോൺ സീറോ ഡിസ്റ്റിങ്ക്റ്റ്, ഇത് വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഈ കേസ് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് y = 0 കിട്ടും. ആൻഡ് ഇതിനകത്തുനിന്ന് x ഔട്ട്സൈഡ് എടുത്താൽ s + t എന്ന് കിട്ടും. r റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ -r കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് -r/s + t എന്ന് കിട്ടും. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കൂ. z ലൈസോൺ. ഇപ്പം എനിക്ക് z കിട്ടിയിരിക്കുന്നത് -r/s + t + 0i എന്നാണ് കിട്ടിയേക്കണേ. z എന്ന് പറഞ്ഞാൽ x + iy അല്ലേ, എക്സിൻ്റെ വൈയുടെ വാല്യൂ കിട്ടി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആണ്. ഇമാജിനറി പാർട്ട് 0 ആണ്. നിങ്ങൾ കോംപ്ലക്സ് നമ്പറിൽ എക്സ് ആക്സിസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിയൽ ആക്സിസ്, വൈ ആക്സിസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇമാജിനറി ആക്സിസ്. ആർക്കൻ പ്ലെയിൻ, കോംപ്ലക്സ് പ്ലെയിൻ, ഗോസിയൻ പ്ലെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമാജിനറി 0 ആയതുകൊണ്ട് ഇത് എവിടെ വരും? ഇമാജിനറി 0 എന്ന് പറയുമ്പോൾ y0 എന്ന് പറഞ്ഞാൽ ആ പോയിന്റുകൾ എക്സ് ആക്സിസിലല്ലേ വരിക. എക്സ് ആക്സിസിലാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ആക്സിസിലായിരിക്കും. റിയൽ ആക്സിസ്, എക്സ് ആക്സിസ് ഈസ് കോൾഡ് റിയൽ ആക്സിസ്. കുറച്ച് ചെയ്യാനുണ്ട്, കഴിഞ്ഞ ക്വസ്റ്റിനെയൊക്കെ അപേക്ഷിച്ച് നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും z = x + iy. ഇതും രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ജെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിക്കും, ലോക്കസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ലോക്കസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പോയിന്റ്സ് വിച്ച് സാറ്റിസ്ഫൈ സം സർട്ടൻ കണ്ടീഷൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചാൽ നന്നായിരിക്കും. മോഡ് ഓഫ് z - z0 = r. ഈ ഇക്വേഷൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ z റെപ്രസെൻറ്റ്, z എന്ന് പറഞ്ഞാൽ വേരിയബിൾ പോയിന്റ് ആയിരിക്കും. എക്സും വൈയും ഇങ്ങനെ മാറി മാറി പോയിന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കാം. ദാറ്റ് സാറ്റിസ്ഫൈസ് എ സർട്ടൻ കണ്ടീഷൻ. വാട്ട്സ് എ കണ്ടീഷൻ? z represent a circle. Z represent a circle with center z0, with center z0 and radius r. This represents, z represent a circle with center z0 and radius r. അപ്പോൾ ആ കൺസെപ്റ്റ് പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാക്കും ഞാൻ. z - 1 - i എന്നെടുത്തു = 5. ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ ഇത് z0, ഇത് r അല്ലേ, ഇത് z0, ഇത് r. z റെപ്രസെന്റ് എ സർക്കിൾ വിത്ത് സെന്റർ z0. ഇപ്പോൾ a+ib എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രാഫ് പേപ്പറിൽ മാർക്ക് ചെയ്താൽ എ എന്ന് പറയുന്നത് എക്സ് ആക്സിസ്, ബി എന്ന് പറയുന്നത് വൈ ആക്സിസ്. സോ എ ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് വരും. അപ്പോൾ ഈ പോയിന്റ് വരുന്നത് 1, -1 ആൻഡ് r വരുന്നത് 5.
നമ്മൾ പറയും സോ ഇസഡ് റെപ്രസെൻറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ 1 - 1 ആൻഡ് റേഡിയസ് 5. സെൻറ്റർ 1 - 1 ആൻഡ് റേഡിയസ് 5. ഫിഫ്ത്ത് ഓപ്ഷൻ. അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് പഠിച്ചോളൂ. ജയിക്കാരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ കുറേ കൺസെപ്റ്റുകളുണ്ട്. ലോക്കസുമായി ബന്ധപ്പെട്ട് ജോമെട്രി ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ് ജെ ലെവലിൽ കുറേ കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. പെർപെൻഡിക്കുലർ, ബൈസെക്ടർ, ഹൈപ്പർബോള, പരാബോള, എലിപ്സിനെ കുറിച്ചൊക്കെ കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. തൽക്കാലം ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ കീം സ്റ്റുഡൻസ് ഒന്ന് അറിഞ്ഞിരുന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വരിക ഈ സെഡിന് വരെ x+iy എന്ന് കൊടുക്കും, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് 2-3 സ്റ്റെപ്പ് എഴുതേണ്ട വരുമെന്നുള്ളൂ. ആൻസർ എങ്ങനെ കിട്ടും? x-1² പ്ലസ് y+1² = 5² ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾ NCERT പഠിച്ച ഫോർമുലയായി ഏതാ? x - h² പ്ലസ് y - k² = r². ഇപ്പോൾ 12th പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ അത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ സെൻറ്റർ അറ്റ് 1 - 1 ആൻഡ് റേഡിയസ് 5. ഓക്കെ, അല്ലാതെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ആൻസർ അങ്ങ് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത് ഇസഡ് ബി എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് മോഡ് ഇസഡ് കണ്ടുപിടിക്കണം. വെറുതെ ഓരോന്നിൻ്റെയും മോഡൽസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അതായത് ഇതിൻ്റെ മോഡൽസ് ആ പണിയൊന്നും പറ്റില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടി ഒന്നുമില്ല. ഞാൻ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് ഈ ഫസ്റ്റ് 2 ടേമിൽ നിന്ന് z² ഔട്ട് സൈഡ് എടുത്തു. ഇതിനകത്ത് ബാക്കി z+i ഉണ്ടാവും. ഓക്കെ, അതേ ബ്രാക്കറ്റ് തന്നെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു -i പുറത്തേക്ക് എടുത്തു. അപ്പോൾ z+i വരും. ശരിയല്ലേ? നോക്കി, ഈ -i കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടൈം ഓക്കെ. ഇനി i × i² വരും. i² -1 വരും. ആ മൈനസും ഈ മൈനസോട് വരുമ്പോൾ +1 വരും. ഓക്കെ, ഈ മൈനസിൻ്റെ 2 സൈഡിൽ നിന്നും z+i കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി വരുന്നത് z² - i = 0. പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഐദർ z+i = 0 ഓർ z² - i = 0. ഇതിനകത്ത് നിന്ന് z - i, ഇതിനകത്ത് നിന്ന് z² = i. ഏതെടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ മോഡുലസ് എടുത്തോളൂ. മോഡ് z എന്ന് പറഞ്ഞാൽ മോഡ് -1 കിട്ടും, ദാറ്റ് ഈസ് 1. ഇവിടെ എടുത്താലും കുഴപ്പമില്ല, 1 കിട്ടും. മോഡുലസ് ആണ്, കാരണം ഇതിനകത്ത് ഇമാജിനറി പാർട്ട് മാത്രമല്ലേ ഉള്ളൂ. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 0 - i എന്ന് വരും. ഇപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുത്ത √0² + -1², ദാറ്റ് ഈസ് 1. സോ ആൻസർ ബിക്കം 1. ഇപ്പോൾ ഡയറക്റ്റ് മോഡുലസ് കാണരുത്. നമ്മൾ ക്വാഡ്രാറ്റിക് ഒക്കെ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ 2-3 സ്റ്റെപ്പ് എഴുതി ഒന്ന് സിംപ്ലിഫൈ. ഡയറക്റ്റ് കീം നോക്കുന്നവർക്കൊക്കെ ചെറിയ പ്രശ്നമുള്ള ക്വസ്റ്റൻ ആയിരിക്കും ഇത്. 1 + sin 2π/7 - i cos 2π/7 ഡിവൈഡഡ് ബൈ 1 + sin 2π/7 + i cos 2π/7. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ 2023 JEE മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ കോംപ്ലക്സ് നമ്പർ ഏത് sin 2π/7 - i cos 2π/7 ഇതിന് പകരം ഞാൻ z എന്ന് കൊടുക്കും. സമ്മതിച്ചോ? z എന്ന് കൊടുക്കും. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായി 1 + z/1 + z ബാർ എന്നായി. ഇത് കോൺജുഗേറ്റ് ആയില്ലേ? 1 + z/1 + z ബാർ. അത് ഓർക്കയില്ലേ? ഇനി അടുത്ത കാര്യം, ഇതിൻ്റെ മോഡുലസ് z എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കുമോ? കാരണം ഇതിൻ്റെ മോഡുലസ് ഉണ്ട് √sin² + cos² വരും. sin² + cos² 1. അതും ഓക്കെ. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. z × z ബാർ = mod z² എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ഉണ്ട്. z × z ബാർ = mod z². അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാനൊരു കാര്യം ചെയ്യുവാണ്. mod z 1 അല്ലേ? = 1 എന്ന് എഴുതാലോ. z × z ബാർ mod z² ആണ്. ഈ ക്വസ്റ്റ്യനിൽ mod z 1 ആണ്. ഇത് റിസൾട്ട് അല്ല കേട്ടോ. ഇത്രേ റിസൾട്ടിൽ വരുന്നുള്ളൂ. ഇത്രയും പോർഷൻ മാത്രമേ റിസൾട്ടിൽ വരുന്നുള്ളൂ. = 1 എന്ന് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു 1 ഞാൻ റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ന്യൂമറേറ്റർ ചെയ്തു തന്നിരിക്കട്ടെ. ന്യൂമറേറ്ററിലെ 1ന് പകരം z × z ബാർ ഇട്ടു.
പ്ലസ് ഇസഡ് ബൈ 1 പ്ലസ് ഇസഡ് ബാർ. ന്യൂമറേറ്ററിൽ 1ന് പകരം ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ എടുത്തു. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് ഇസഡ് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്ത് വരും? ഇസഡ് ബാർ പ്ലസ് 1 ബൈ 1 പ്ലസ് ഇസഡ് ബാർ. എന്ത് സംഭവിക്കും നോക്കൂ, ഇത് രണ്ട് സെയിം കട്ടായി പോയി. ആൻസർ ബിക്കം ഇസഡ്. ആൻസർ ബിക്കം ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? cos 2π/7 മൈനസ് i 2π/7. ക്വസ്റ്റ്യനിൽ റിയൽ പാർട്ട് ഓഫ് ഇസഡേ ചോദിച്ചിട്ടുള്ളൂ. ഇസഡ് അല്ലാട്ടോ ചോദിച്ചേങ്ങനെ, റിയൽ പാർട്ട് ഓഫ് ഇസഡ്. റിയൽ എന്ന് പറയുമ്പോൾ sin 2π/7. ഓപ്ഷൻ 2 കിട്ടി, സെക്കൻഡ് ഓപ്ഷൻ കിട്ടി. അപ്പം ഇങ്ങനെ ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് കിട്ടും. അതല്ലാതെ കൺവേർഷന് പോയി കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോയാൽ സമയം കുറേ നഷ്ടപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ദ പോയിന്റ്സ് a is equal to lambda plus i by lambda minus i for lambda element of R. ഓപ്ഷൻ കണ്ട എല്ലാം ജോമെട്രിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ലാംഡ പ്ലസ് ഐ ബൈ ലാംഡ മൈനസ് ഐ. ഞാൻ പറഞ്ഞു ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ നമുക്ക് മാറ്റണം. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൽ എളുപ്പമുള്ളൊരു ടെക്നിക്ക് ഇവിടെ ഉണ്ട്. എന്താണെന്ന് പറയാം നോക്കൂ. ഇത് ശരിക്കും ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്താൽ എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഐ ബൈ ലാംഡ മൈനസ് ഐ. ഇത് ശരിക്കും കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പകരം രണ്ട് സൈഡിലും മോഡുലസ് എടുത്തു. ഓക്കെ, ലെഫ്റ്റ് സൈഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും റൈറ്റ് സൈഡ് റൂട്ട് ഓഫ് ലാംഡ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നും ബൈ റൂട്ട് ഓഫ് ലാംഡ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നും വരും. ഇതെങ്ങനെ വന്നു? മോഡുലസിനകത്ത് പ്രോപ്പർട്ടി ഉണ്ട്. മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് പറഞ്ഞാൽ മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ന്യൂമറേറ്ററിൻ്റെ മോഡുലസ് കണ്ടു. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതിവിടെ മൈനസ് ആണ്. അത് കാര്യമില്ല. അതായത് ഇസഡിൻ്റെയും ഇസഡ് ബാറിൻ്റെയും ഒക്കെ മോഡുലസ് സെയിം ആയിരിക്കും. കാരണം സ്ക്വയർ എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് കട്ടായി പോയിട്ട് നിങ്ങൾക്ക് ആൻസർ 1 കിട്ടി. ആൻസർ 1 കിട്ടുക എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതെന്തിൻ്റെ ഇക്വേഷനാണെന്ന് പറയാമോ? വീണ്ടും 11th കോണിക്സിലേക്ക് പോകണം. ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0, 0 ആൻഡ് റേഡിയസ് 1. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 1. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ അത്രേ അവർ പറഞ്ഞിട്ട് സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വിത്ത് റേഡിയസ് 1. ഫോർത്ത് ഓപ്ഷൻ. അല്ലെങ്കിൽ ഇത് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക. കുറച്ചുകൂടെ സമയം കൂടുതൽ എടുക്കുമെന്നുള്ളൂ. സെയിം ഇക്വേഷനിലേക്ക് എത്തും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ സിഗ്മ n ഈക്വൽ ടു 1 to 2025. കഴിഞ്ഞ വർഷം ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. ഈ വർഷമാണെങ്കിൽ 2026 എന്ന് വന്നേനെ. i റൈസ് ടു n ഇൻറ്റു 1 പ്ലസ് ഐ. ഞാൻ ഈ 1 പ്ലസ് ഐ ഔട്ട് സൈഡ് എടുത്തു. സിഗ്മ n ഈക്വൽ ടു 1 to 2025 i റൈസ് ടു n. ഓക്കെ, കാരണം സിഗ്മ എന്നിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 1 പ്ലസ് ഐ അവിടെ ആവശ്യമില്ലാതെ പുറത്തേക്ക് എടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ഇൻറ്റു n ഈക്വൽ ടു 1 to 2025 കൊടുത്തു കഴിയുമ്പോൾ ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ റൈസ് ടു 3 എക്സെട്ര ഇങ്ങനെ വന്ന് ഐ റൈസ് ടു 2025 വരെ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് കോൺസിക്യൂട്ടീവ് ആയ 4 എണ്ണത്തിൻ്റെ സം 0 ആയി പോകും. അപ്പോൾ 4 4 4 4 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇത് നോക്കിയാൽ മതി. ഇവിടെ എത്ര ടൈം ഉണ്ട്? ഹിയർ ദെയർ ആർ 2025 ടൈംസ് അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാം ഇത് ഡിവിസിബിൾ ബൈ 4 അല്ല. ഡിവിസിബിൾ ബൈ 4 എവിടെയാണ്? 2024 വരെ ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ലാസ്റ്റ് 2 ഡിജിറ്റ് ബൈ ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ, ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ആ എൻ്റയർ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പോൾ 2024 വരെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു നമ്പർ ബാക്കി വരും. അത് ലാസ്റ്റ് ആയാലും കുഴപ്പമില്ല, ആദ്യം ആയാലും കുഴപ്പമില്ല. ബാക്കി എല്ലാം 0 ആയി പോകുന്നു. 4 4 4 4 അങ്ങനെ 2024 നമ്പറുകൾ 0 ആയി പോകും. ബാക്കി ലാസ്റ്റ് ഒരു നമ്പർ അല്ലെങ്കിൽ നമുക്ക് ആദ്യം എടുക്കാം. അതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. ബാക്കി എല്ലാം 0 ആയി പോയിട്ട് ഇനി അവിടെ അവശേഷിക്കുന്ന ആര് മാത്രം? ഈ ഐ മാത്രം. ബാക്കി എല്ലാം 4 എണ്ണം വീതം തിരിച്ച് 0 ആയി കളഞ്ഞു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൂ. ഐ പ്ലസ് ഐ സ്ക്വയർ ദാറ്റ് ഈസ് ഐ മൈനസ് 1. ഐ മൈനസ് 1 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഐ
പ്ലസ് ഐ സ്ക്വയർ ദാറ്റ് ഈസ് ഐ മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ. വെറുതെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, റിയലും ഇമാജിനറിയും ഇക്വേറ്റ് ചെയ്യുക. റിയലും ഇമാജിനറി ഇക്വേറ്റ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തോളൂ. എ ക്യൂബ് 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 പ്ലസ് 3a സ്ക്വയർ ബി 3 ഇൻറ്റു 6 സ്ക്വയർ ആട്ടോ, അപ്പോൾ 36 വരും. 36i പ്ലസ് 3ab സ്ക്വയർ 3 ഇൻറ്റു 6 ഇൻറ്റു ഐ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ഐ ക്യൂബ് which is equal to minus of 216 plus 3 into 36 30 108 I square become minus 1 into 18 minus 18 I cube is minus I. We get x plus iy is equal to 216 minus 18 198. ഒരു മൈനസ് പുറത്തുണ്ട്, മൈനസ് 198. ദെൻ അതായത് ഈ രണ്ട് ടേമുകളും സബ്ട്രാക്ട് ചെയ്യുന്നു. റിയൽ എപ്പോഴും റിയൽ ഇമാജിനറി സോൾവ് ചെയ്യും. 108 മൈനസ് ഐ ദാറ്റ് ഈസ് 107. ഒരു മൈനസോടെ വരുമ്പോൾ മൈനസ് 107 ഐ. ഓക്കെ, കമ്പയർ ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ. റിയൽ പാർട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 108, y ഈക്വൽ ടു മൈനസ് 107. ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് വൈ. ഇത് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്തോളൂ 1 9 മൈനസ് പ്ലസ് ആയി -91 ആൻസർ കിട്ടും. ഫോർത്ത് ഓപ്ഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വെറുതെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് വെച്ച് ചെയ്യുന്നു. ദെൻ ആ ഐയുടെ പവറിനെ കുറിച്ചൊക്കെ ഓർത്താൽ മതി. മജോറിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ടൈപ്പ് തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇസഡ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് ഐ ബൈ എസ്. ഇതും ജെ ലെവലിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജെ ലെവലിൽ സ്റ്റുഡൻസ് സ്ഥിരമായി ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇസഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. കുറച്ച് സ്റ്റെപ്പ് എടുക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാം. കൺസെപ്റ്റ് ഇതാണ്, ലോക്കസുമായിട്ട് ബന്ധപ്പെട്ടത്. മോഡ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് 1 ഈക്വൽ ടു മോഡ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് 2. ലോക്കസ് ഓഫ് ഇസഡ്, അതായത് ഇസഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇസഡ് റെപ്രസെന്റ്, അല്ലെ ഇസഡ് റെപ്രസെന്റ് എന്ന് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇസഡ് റെപ്രസെന്റ് perpendicular bisector of line joining 2 points z1 and z2. ഓക്കെ, ശരിക്കും കോംപ്ലക്സ് നമ്പറിലെ മോഡ് z1 മൈനസ് മോഡ് z2 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് z1ഉം z2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. z1 എന്നൊരു ഫിക്സഡ് പോയിന്റ്, z2 എന്നൊരു ഫിക്സഡ് പോയിന്റ്, ഇത് തമ്മിലുള്ള ലെങ്ത് ആണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കൂ, രണ്ട് ഫിക്സഡ് പോയിന്റുകൾ ഉണ്ട്. ഒന്ന് z1, അടുത്തത് z2. ഇത് രണ്ട് ഫിക്സഡ് പോയിന്റ് ആട്ടോ. ഇത് രണ്ടോടെ ജോയിൻ ചെയ്ത് നിങ്ങളൊരു ലൈൻ വരച്ചു. ഡ്രോ എ ലൈൻ ജോയിനിങ് ദീസ് ടു. ഓക്കെ, ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പോകണം. അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും ഇസഡ് വരാം. നോക്കൂ, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഇസഡ് ഇവിടെ എടുത്തു. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഇസഡ് ഇവിടെ എടുത്തു. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഇസഡ് ഇവിടെ എടുത്തു. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇസഡ്, അതാണ് ലോക്കസ് ഉദ്ദേശിക്കുന്നത്. കുറേ പോയിന്റുകൾ, ബട്ട് ദാറ്റ് സാറ്റിസ്ഫൈ സം സർട്ടൻ കണ്ടീഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഞാൻ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഇസഡ് മൈനസ് 0 പ്ലസ് ഐ എന്ന് എഴുതുവാണ്. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ കിട്ടും. ഈക്വൽ ടു മോഡ് ഇസഡ് മൈനസ് 1 പ്ലസ് 0 ഐ എന്ന് ഇതിനെ എഴുതുവാണ്. ആ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാക്കിയതാണ്. അപ്പോൾ ഇതാണ് z1, ഇതാണ് z2. ഓക്കെ, ഇതാണ് z1, അതാണ് z2. ഇനി ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ,
Z1 എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1. അത് 0, 1 എന്ന് പറഞ്ഞ ഈ പോയിന്റ് 0, 1. ഇതാണ് Z1. Z2 എന്ന് പറഞ്ഞാൽ 1, 0. അത് എക്സ് ആക്സിസിൽ വരും, 1, 0. ഇത് രണ്ടോടെ ജോയിൻ ചെയ്ത ഒരു ലൈൻ അങ്ങ് വരച്ചു. Z1 Z2 ജോയിൻ ചെയ്ത ലൈൻ വരച്ചു. ഇതിന് കറക്റ്റ് മിഡിൽ പോകുന്ന ലൈൻ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ലൈൻ ജോയിനിങ് ദീസ് 2 പോയിന്റ്. ഇത് ഏത് ലൈൻ ആയിരിക്കും? ഈ ലൈൻ y = x ആയിരിക്കും. ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് കൂടെ പോകും. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് y = എന്താണ്? y = x. ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചാൽ നല്ല കാര്യം. ജയിക്കൊക്കെ പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. Z represent, locus of Z represent perpendicular bisector of a line joining Z1 and Z2. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുക്കും. അപ്പം മോഡ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1. എന്നിട്ട് ഇത് എക്സ് ഐ കോമൺ ആയിട്ട് എടുക്കും. ഇതിനകത്ത് എക്സ് മൈനസ് 1 പ്ലസ് ഐ വൈ എന്ന് എടുത്തിട്ട് മോഡുലസ് കാണും, √(x² + y². ദെൻ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ. അങ്ങനെയും ചെയ്യാം, ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ x² y² ഒക്കെ കട്ടായി പോകും. എന്നിട്ട് y = x എന്ന് ഇക്വേഷൻ കിട്ടും. അത്രയേ ഉള്ളൂ. അതും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ ആ പാറ്റേൺ സ്വീകരിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, Z = 1 + i tan θ. അതിന്റെ മോഡുലസ് കാണണം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ? √1 + i tan θ. പക്ഷെ ഇത് മജോറിറ്റി സ്റ്റുഡൻസ് തെറ്റിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എവിടെയാണ് തെറ്റെന്ന് ഞാൻ കാണിച്ചു തരാം. മോഡുലസ് കണ്ടു, കുഴപ്പമില്ല. 1 + tan² θ തെറ്റില്ല, ഒരു പ്രശ്നമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു, ഞങ്ങൾക്ക് ട്രിഗണോമെട്രിയുടെ ഫോർമുല അറിയാം. √sec² θ. ഓക്കെ, അതും ശരിയാണ്. ഈക്വൽ ടു sec θ എന്ന് എഴുതിയാൽ തെറ്റി. ഓപ്ഷൻ തേർഡ് മാർക്ക് ചെയ്യും, അവൻ്റെ ആൻസർ തെറ്റും, നെഗറ്റീവ് അടിക്കും. സാറേ സ്ക്വയറും റൂട്ടും അങ്ങനെയൊന്നും കട്ട് ചെയ്ത് പോകില്ല കേട്ടോ. സ്ക്വയറും റൂട്ടൊന്നും. √(x² എന്ന് പറയുന്നത് എക്സ് അല്ല, വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എന്ന് പറയും. സ്ക്വയർ റൂട്ട് ഫംഗ്ഷന്റെ റേഞ്ച് എപ്പോഴും 0 to ∞ ആയിരിക്കും. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് മോഡ് എക്സ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മോഡ് sec θ, നോട്ട് sec θ, മോഡ് sec θ. ഇനിയാണ് ഈ തന്നിരിക്കുന്ന കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. മോഡ് എക്സ് നിങ്ങൾ രണ്ട് വിധത്തിലാണ് എഴുതുക. എങ്ങനെ എഴുതും? ഒന്നുകിൽ എക്സ് എന്ന് എഴുതും, ഈ മോഡിനകത്ത് കിടക്കുന്ന സാധനം പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ -x എഴുതും, എക്സിന് മോഡുലസിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണെങ്കിൽ. ഇൻസൈഡ് ദ മോഡുലസ് നെഗറ്റീവ് ആണെങ്കിൽ യു റൈറ്റ് -x ഓർ യു റൈറ്റ് x. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മോഡുലസിന് ഇൻസൈഡ് കിടക്കുന്ന sec θ. θ ലൈസ് ഓൺ π to 3π/2. π 3π/2. That is on third quadrant. Theta lies on third quadrant. Third quadrant sec ആരാ? തേർഡ് ക്വാഡ്രന്റിൽ sec നെഗറ്റീവാ. അവിടെ ടാനും കൂട്ടോ പോസിറ്റീവ്. അപ്പോൾ മോഡുലസിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി നെഗറ്റീവാണ്. അപ്പോൾ ആൻസർ എന്തെഴുതണം? -sec θ എന്ന് എഴുതണം. കാരണം ഈ sec θ നെഗറ്റീവാ. ആ നെഗറ്റീവിടെ വന്നാലേ ആൻസർ പോസിറ്റീവ് ആവുള്ളൂ, കാരണം മോഡുലസ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് പലരും ചെയ്യാൻ സാധ്യതയുണ്ട്, ഒറ്റ കുഴപ്പമുള്ളൂ, നെഗറ്റീവ് അടിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ഫോർത്താട്ടോ വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, Z ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ NCERT-യിലുള്ളതാണ്. അപ്പോൾ Z ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ചില റിസൾട്ടായിട്ട് പിടിക്കും Z⁻/mod Z. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ റിസൾട്ട് പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/Z. Z എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടുന്നു, റെസിപ്രോക്കൽ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് 2 - i/3 + i. പിന്നെ എല്ലാ കോംപ്ലക്സ് നമ്പറിലും ചെയ്യണ പോലെ അങ്ങ് ചെയ്താലും മതി. ഏത്? ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3 - i, ന്യൂമറേറ്റർ 3 - i. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് 3 + i ആണ് ഡിനോമിനേറ്റർ. അതിൻ്റെ ഇമാജിനറി പാർട്ടിന്റെ മാത്രം സൈൻ മാറ്റുന്നു. ഡിനോമിനേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, a + ib × a - ib എന്ന് പറഞ്ഞാൽ a² + b² ആയിരിക്കും, മൈനസ് അല്ല. ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്യുന്നു. 2 × 3 ചെയ്യുമ്പോൾ 6 കിട്ടും. i × i ചെയ്യുമ്പോൾ i² വരും, അത് -1 ആണ്.
ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ചെയ്യുമ്പോൾ അപ്പോൾ -1. ഇനി ഇമാജിനറി പാർട്ട് വരുന്നത് ഇത് -3i വരും, ഇത് -2i വരും, അപ്പോൾ -5i വരും. സോ ആൻസർ ഈസ് 5 - 5i/10. അപ്പോൾ എന്ത് കിട്ടും? 5 കട്ട് ചെയ്തിട്ട് 1 - i/2, 1 - i/2 ഓപ്ഷൻ തേർഡ് കിട്ടും. ഒന്നേലും ഫോർമുല വെച്ച് ചെയ്യാം, NCERT പഠിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ Z ഇൻവേഴ്സ് 1/Z എന്ന് എഴുതി, ഇത് Z ആണ്, 1/Z ആകുമ്പോൾ തിരിച്ചിടും. ദെൻ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ്, കോംപ്ലക്സ് നമ്പറിൻ്റെ ഏത് ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു, സിംപ്ലിഫൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Z is a കോംപ്ലക്സ് നമ്പർ, മിനിമം വാല്യൂ ഓഫ്. ശരിക്കും ഇത് Z = x + iy കൊടുത്തൊക്കെ ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ മക്കളെ, Z1 - Z2ൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താ? 2 പോയിന്റ് ഉണ്ട്, അത് തമ്മിൽ ഡിസ്റ്റൻസാണ്. 2 പോയിന്റ് ഉണ്ട്, അത് തമ്മിൽ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതും കേട്ടോ. ഇത് 2 + 0i പ്ലസ് ഇത് നോക്കിയേ 4 + 0i. കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലേക്കൊന്ന് മാറ്റിയതാ കേട്ടോ. ഇതിപ്പോൾ Z1, ഇത് Z2. ഈ കോംപ്ലക്സ് നമ്പർ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേ. 0, 1, 2, 3, 4. നോക്കൂ, Z1 എന്ന് പറഞ്ഞാൽ 2 + 0. ഈ റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് 0. ഇതല്ലേ Z1. Z2 എന്ന് പറയുമ്പോൾ ഇതല്ലേ. ഓക്കെ, Z എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിൽ വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. Z എവിടെ വേണമെങ്കിൽ വന്നോട്ടെ, ഇവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ, എവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോ. ഇത് തമ്മിലുള്ള Z1 Z തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക, Z Z2 തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കിട്ടണം, മിനിമം. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം Z ഇവിടെ വന്നു എന്നിരിക്കട്ടെ, Z ഇവിടെ വന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാണും, ഈ ഡിസ്റ്റൻസും കാണും, അതിൻ്റെ സം നോക്കും. Z ഇവിടെ വന്നു, ഈ ഡിസ്റ്റൻസ് കാണും, ഈ ഡിസ്റ്റൻസ് കാണും, അതിൻ്റെ സമ്മ് നോക്കും. ഏറ്റവും കുറവ് വരുന്ന എവിടെയായിരിക്കും എന്നറിയാമോ? Z ഇവിടെ എവിടെ വേണമെങ്കിൽ വന്നോട്ടെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഈ ലൈനിൽ എവിടെ Z വരുന്നത് അതായിരിക്കും ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, സമ്മ്. Z ഇവിടെ എടുത്തു, ഈ ഡിസ്റ്റൻസും കാണും, ഈ ഡിസ്റ്റൻസും കാണും, അതിൻ്റെ സമ്മ്. അതേസമയം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അതിപ്പോൾ എവിടെ വേണമെങ്കിൽ എടുത്തോ. ഇവിടെ എടുത്തു, ഇത് പ്ലസ് ഇത്, ഇവിടെ എടുത്തു, ഇത് പ്ലസ് ഇത്, എവിടെ എടുത്താലും കുഴപ്പമില്ല. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 2ഉം 4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് 2, ഫിഫ്ത്ത് ഓപ്ഷൻ. അല്ലെങ്കിൽ Z = x + iy കൊടുത്ത്, അല്ല സോറി, മോഡുലസിന് പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. മോഡ് ഓഫ് Z1 mod Z1 - mod Z2 <= mod of Z1 plus mod of mod Z1 minus mod Z2 <= mod of Z1 plus Z2 or Z1 minus Z2 <= mod Z1 plus mod Z2. അത് മനസ്സിലായല്ലോ. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ഏത് ടെക്സ്റ്റിൽ നോക്കിയാലും ആ റിസൾട്ടുകൾ കാണാം. ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ജോമെട്രിക്കലി അതിൻ്റെ മീനിങ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Z is a point in the complex plane is rotated through origin an angle of π/4 in clockwise direction, then the new position of. ഇത് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾ പഠിക്കാത്ത കൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയണമെങ്കിൽ വിട്ടുകളയാം. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്നിരിക്കട്ടെ, ഇതിപ്പോൾ ഒറിജിൻ ആയിട്ട് എടുത്തു. ഈ ആംഗിള് തീറ്റയാന്നിരിക്കട്ടെ. Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ e⁻i⁻θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തും. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാട്ടോ കറങ്ങുന്നത്. ഏത്? ക്ലോക്കിന് ഓപ്പോസിറ്റ് കറങ്ങും. Z1നെ e⁻i⁻θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഇങ്ങനെ കറങ്ങും. ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങും, ക്ലോക്കിൻ്റെ ഡയറക്ഷനിൽ കറങ്ങും. ഓക്കെ, ഇനി e⁻i⁻θ എന്താണ്? യൂളേഴ്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ പ്ലസ് i sin θ ആണ്. e⁻i⁻θ ആണെങ്കിലോ അത് cos θ മൈനസ് i sin θ ആണ്.
ഇത് നിങ്ങളങ്ങനെ പഠിക്കുന്നതല്ല, ജെ ലെവൽ സ്റ്റുഡൻസ് പഠിക്കുന്നതാണ് റൊട്ടേഷൻ കൺസെപ്റ്റ്. അപ്പോൾ ഇത് മോഡൽസ് മാറാൻ പറ്റില്ല കേട്ടോ. മോഡൽസ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചിട്ട് ചെയ്യണം. ഇതിനെ ഇപ്പോൾ ഐ തീറ്റ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീറ്റ ആംഗിൾ പോസിറ്റീവ് കൊണ്ടാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും, നെഗറ്റീവ് കൊണ്ടാണെങ്കിൽ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പം ഇവിടെ സംഭവിച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അതിൻ്റെ പേര് 1/√2 + 1 + i എന്നാണ്. ഈ സാധനത്തിനെ ഇവിടെ നിന്ന് ക്ലോക്കിൻ്റെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം -π/4 ഇതിങ്ങനെ ഇത് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഇത് ഈ പൊസിഷനാണ് ചോദിച്ചേക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 1/√2 × 1 + ia e⁻⁻π/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. e⁻⁻π/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ക്ലോക്ക് വൈസ് എന്നല്ലേ പറഞ്ഞേക്കണേ? ക്ലോക്ക് വൈസാണ്, ക്ലോക്കിൻ്റെ ഡയറക്ഷനിൽ പോകണം. അപ്പോൾ 1/√2 + 1i/√2 ഞാനത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇൻറ്റു ഇതെന്ത് വരും? ഇതും 1/√2 - i/√2 അല്ലേ? കാരണം ഇത് cos π/4 - i sin π/4 ഇത് കണ്ടില്ലേ? ഇത് cos π/4 - i sin π/4 കണ്ടില്ലേ? cos π/4 1/√2 sin π/4 1/√2 a + ib × a - ib നേരത്തെ പറഞ്ഞതാ a² + b², a² + b². ഐ എടുക്കരുത്, ഐയുടെ കൂടെ നിൽക്കുന്നുണ്ട്. 1/2 + 1/2 ആൻസർ ബിക്കം 1, 2 ആൻസർ ബിക്കം 1. ഓക്കെ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. കീം ലെവലിൽ കൺസെപ്റ്റൊക്കെ പഠിക്കൽ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് സമയമല്ലേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ജെ പ്രിപ്പയർ ചെയ്യുന്നവർ നേരത്തെ മുതൽ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊന്നും പ്രശ്നമില്ല, അവരിതൊക്കെ ഇഷ്ടംപോലെ കണ്ടിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, z = 2 + i, i² = -1, then value of z² - 4z + 15. നിങ്ങൾ സാധാരണ ചെയ്യാൻ പോകുന്നത് ഇസഡിൻ്റെ പ്ലേസിൽ ഇത് എവിടെയും 2 + i എടുത്ത് കൊടുക്കും. ഒരു കുഴപ്പമില്ല, ചെയ്തോളൂ. അതിൽ എളുപ്പം എന്താണെന്ന് അറിയട്ടെ, ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ z - 2 = i എന്ന് വരില്ലേ? ഇതങ്ങ് 2 സൈഡ് സ്ക്വയർ ചെയ്യും. അപ്പോൾ നേരെ ആൻസർ കിട്ടും. കാരണം എനിക്ക് ഈ ഇക്വേഷൻ കണ്ടപ്പോൾ മനസ്സിലായി. ഇത് എക്സ്പാൻഡ് ചെയ്തേ, z² - 4z + 4 എന്ന് കിട്ടും. a - b² = -1 കിട്ടി. i² നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? z² - 4z + 15 അല്ലേ ആവശ്യം? +15 കിട്ടണമെങ്കിൽ ഇവിടെ ഒരു 11 ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ +15 ആയില്ലേ? അപ്പോൾ റൈറ്റിൽ 11 ആഡ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ +15 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 11 ആഡ് ചെയ്തത് 15 ആയില്ലേ? അപ്പോൾ റൈറ്റിലും ചെയ്തു, അല്ലെങ്കിൽ ഈക്വൽ ടു മാറില്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് ആൻസറായി 10, അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇതായിരിക്കും എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇതിൻ്റെ മോഡുലസ് കാണണം. മോഡുലസ് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് മോഡുലസ് കാണാനല്ല കേട്ടോ അവർ പറഞ്ഞേക്കണേ. അങ്ങനെ പറ്റില്ല, പ്രോപ്പർട്ടി നിങ്ങൾ ഉണ്ടാക്കരുത്. ഇതിൻ്റെ കംപ്ലീറ്റ് മോഡുലസ് കാണാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിങ്ങനെ ഡിവൈഡഡ് ബൈക്ക് സ്പ്ലിറ്റ് ചെയ്ത പോലെ പ്ലസിനോ മൈനസിനോ അഡീഷനോ സബ്ട്രാക്ഷനോ പറ്റില്ല കേട്ടോ. ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. ഇതൊന്ന് LCM കാണും. ഡിനോമിനേറ്റർ 2i, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ i² - 4. ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി മോഡുലസ് ഇടും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. i² എന്ന് പറഞ്ഞാൽ -1 വരും. -1 - 4 എന്ന് പറഞ്ഞാൽ -5 വരും. മോഡ് ഓഫ് -5 ബൈ മോഡ് ഓഫ് 2i. ഡിവൈഡ് ബൈക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മോഡ് z1 ബൈ മോഡ് z2. മോഡ് ഓഫ് -5 എന്ന് പറഞ്ഞാൽ 5 ആണ്. മോഡ് ഓഫ് 2i എന്ന് പറഞ്ഞാൽ 2 ആണ്. അതിൻ്റെ ഇമാജിനറി പാർട്ട് മാത്രം എടുത്താൽ മതി. സോ ആൻസർ 5/2. ആൻസർ 5/2. ഇതായിരിക്കും എളുപ്പം. ഓക്കെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഐ കൊണ്ട് മുകളിലും താഴെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോം ആക്കിയിട്ട് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് എൻട്രൻസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് സമയമില്ല. അടുത്ത ക്വസ്റ്റൻ, കോംപ്ലക്സ് നമ്പർ z വേരീസ്. ഇത് വീണ്ടും ലോക്കസിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, ഇമാജിനറി പാർട്ട് ആർ ഈക്വൽ. ഇതിനകത്ത് നോക്കി, z വേരീസ് സോ ദാറ്റ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ആർ ഈക്വൽ. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ തന്നെ വേണം. ഇസഡിന് പകരം ഞാൻ x + iy കൊടുത്തു. ഇസഡിന് പകരം x + iy കൊടുത്തു. ബ്രാക്കറ്റ് വേണമെന്നില്ല. -2 - 3i.
ഇനി ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കി. സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ചാൽ റിയൽ എല്ലാം അടുത്തെഴുതി. റിയൽ എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ടൈം അടുത്തെഴുതി, പ്ലസ് ഐ ഉള്ള ടൈമുകൾ y-3 രണ്ടും അടുത്തെഴുതി. അപ്പോൾ റിയലും ഇമാജിനറിയും കിട്ടി. ഇത് റിയൽ, ഇത് ഇമാജിനറി. ഇനി എന്താ അവർ പറഞ്ഞേക്കണേ? കോംപ്ലക്സ് നമ്പർ സോ ദാറ്റ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ആർ ഈക്വൽ. റിയൽ പാർട്ട് എത്രയാ? x-2. അത് ആർക്ക് ഈക്വലാ? ഇമാജിനറി പാർട്ടിന്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് y ഇപ്പുറം വരട്ടെ, x-y, 2 അപ്പുറം ചെല്ലട്ടെ, 5. ഇതെന്തിൻ്റെ ഇക്വേഷനാ? x-y = 5. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ. 11th പഠിച്ചിട്ടുണ്ട്, ax + by + c = 0. ഇറ്റ്സ് എ ലീനിയർ ഇക്വേഷൻ. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. k = 4n + 3. Then I raised to k. I raised to k എന്ന് വെച്ചാൽ I raised to 4n + 3 which is equal to I raised to 4n into I³ എന്ന് എഴുതും. a raised to m into a raised to. ചിലർ ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കുന്നതാട്ടോ. ഇതിൻ്റെ ആൻസർ -i കിട്ടും. എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് എഴുതുന്നുള്ളൂ. I raised to 4n മൾട്ടിപ്പിൾ ഓഫ് 4 അത് 1 ആയി പോകും. I raised to 3. I raised to 3 എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് പഠിക്കുന്നതാണ്. I² into i. I² -1 ആണ്. -1 into i, that is -i. സോ ആൻസർ ലാസ്റ്റ് ഓപ്ഷൻ. ഇതൊക്കെ I raised to 4n, I raised to 4n + 1, I raised to 4n 1 ആയിരിക്കുമെന്നും, I raised to 4n + 1 i ആയിരിക്കുമെന്നും, I raised to 4n + 2 -1 ആയിരിക്കുമെന്നും, I raised to 4n + 3 -i ആയിരിക്കുമെന്നൊക്കെ കുട്ടികൾ ബൈഹാർട്ട് പഠിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ പെട്ടെന്ന് എഴുതും, അല്ലാത്തവർ 2 സ്റ്റെപ്പ് എഴുതി ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയുള്ള കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിൽ ഒരു 24 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിനകത്തൊരു 4-5 ക്വസ്റ്റ്യൻസ് ഒരല്പം ഡിഫറൻ്റ് ആയിരുന്നു, നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല. അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു, ധൈര്യമായിട്ട് വിട്ടുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മോഡുലസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, കുറച്ച് പ്രോപ്പർട്ടിയുള്ളൂ, അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചെടുത്താൽ ലോക്കസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുമേ പഠിക്കുക. റൊട്ടേഷൻ വേണ്ട, അതൊക്കെ ഒരു ക്വസ്റ്റ്യനല്ലേ കണ്ടോളൂ. ലോക്കസിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടു, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടിക്കോളും. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഒന്ന് നോക്കൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, എന്നിട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഈ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. കോംപ്ലക്സ് നമ്പർ കഴിഞ്ഞു. അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.